അപ്പോഴേ ഇന്ന് ഞാൻ എന്റേതായ രീതിയിൽ ഒരു മീനച്ചാറാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ മേടിച്ച് വയ്ക്കുന്ന 2 കിലോ കേരമീനാണ്. അത് നമ്മൾ മേടിച്ച മീൻകടയും തന്നെ അവരത് ചെറിയ പീസായിട്ട് അച്ചാറിന്റെ പരുവത്തിൽ ഒരു പീസാക്കി തന്നിട്ടുണ്ട്. അപ്പൊ ഈ മീൻ നല്ലപോലെ മസാല പുരട്ടി എടുക്കാം. അതിന് ഞാൻ മസാല പുരട്ടാനായിട്ടൊരു ചരുവ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഈ മീൻ കഷ്ണം എല്ലാം ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് നമ്മൾ ചേരുവെല്ലാം ചേർക്കുമ്പോൾ ഉപ്പ് ചേർക്കണം. എന്നാലും ഒരു അല്പം ഉപ്പും കൂടെ നമ്മൾ ഇത് ചേർക്കണം. ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തേക്കുന്നത്. അതും പിന്നെ നമ്മുടെ വേണ്ട ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്. ഒരു 1.5 സ്പൂണ് കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അല്പം കുരുമുളക് പൊടി കൂടെ ചേർത്ത് നമുക്ക് നല്ലപോലെ പുരട്ടി വെക്കാം. ഒരു 1/2 സ്പൂണ് കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈകൊണ്ട് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി നമുക്കൊരു 10 മിനിറ്റ് ഇത് വെക്കണം. എന്നിട്ട് വേണം നമുക്ക് നല്ലപോലെ ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട്. നല്ലപോലെ ഇത് പുരണ്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് ഈ കഷ്ണത്തിലൊക്കെ പിടിക്കാനായിട്ടൊരു 10 മിനിറ്റ് വെക്കാം. നമ്മൾ വേണ്ട മീൻ കഷ്ണം പുരട്ടി വെച്ചിട്ട് ഇപ്പോൾ ഒരു 10-15 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്കിനി അത് നല്ലപോലെ എണ്ണയിൽ വറുത്തെടുക്കാം. അതിന് ഞാൻ എടുത്തേക്കുന്നത് നല്ലെണ്ണ തന്നെയാണ്. നല്ലെണ്ണ തന്നെ വറക്കാനാണ് ഞാൻ തീരുമാനിച്ചേക്കുന്നത്. അപ്പൊ ഈ ബാക്കി വരുന്ന ബാലൻസ് എണ്ണയിൽ തന്നെ നമുക്ക് ഇതെല്ലാം വഴറ്റി എടുക്കുകയും ചെയ്യാം. അപ്പൊ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാതെ ഞാൻ മുഴുവൻ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. കാരണം നല്ലെണ്ണയും നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് അധികം കേടാകത്തില്ല. ഇത് വെളിയിലോട്ട് കൊടുത്തയക്കാനായിട്ടുള്ള മീനച്ചാറാണ്. അപ്പൊ നല്ലെണ്ണ തന്നെ അത് ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ നമ്മുടെ വേണ്ട എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാല് നമ്മുടെ മീൻ അടുക്കി പിടിക്കാതിരിക്കാനായിട്ടുള്ള ടിപ്പാണ് ഈ കരിയാപ്പല നമുക്ക് ഒരു 2-3 തണ്ട് ഈ പാനിന്റെ അടിയിൽ ഇട്ടിട്ട് അതിന്റെ മുകളിലായിട്ട് നമുക്ക് മീൻ കഷ്ണം ഇട്ട് കൊടുക്കാം. നോൺ സ്റ്റിക്ക് ആണ് എണ്ണ അടി പിടിക്കുകയല്ല, അത് ഉറപ്പുണ്ട്. പക്ഷെ ഇതൊരു ടിപ്പ് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. ഇനി നമ്മുടെ മീൻ കഷ്ണം എല്ലാം ഇട്ട് കൊടുക്കാം. 3 ട്രിപ്പിൽ നമുക്ക് ഇടേണ്ടതായി വരും കേട്ടോ. കാരണം പാത്രം ചെറുതായതുകൊണ്ട് നമുക്ക് ഇതെല്ലാം നിരത്തി ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഇത് മൂക്കണം, അല്ലെങ്കിൽ പിന്നെ അത് കേടായിപ്പോകും. എളുപ്പം നന്നായിട്ട് നമുക്കത് വറുത്തെടുക്കണം. അത് നമ്മുടെ മീൻ വേണ്ട ഇതുപോലെ നല്ല കരിമുറാന്നുള്ള രീതിയിൽ മീൻ നല്ലപോലെ വറുത്ത് വന്നിട്ടുണ്ട്. ഈ രീതിയിൽ തന്നെ നമ്മൾ വറുത്തെടുക്കണം. നമുക്ക് ഇത് കടിക്കാനൊക്കെ പാടാന്നേ ഉള്ളൂ, പക്ഷെ അല്ലേല അഴുക്കായി പോകും. നമുക്കിനി ഇത് നല്ലപോലെ നമ്മുടെ പാത്രത്തിലോട്ട് കോരിയെടുക്കാം. ബാക്കിയുള്ള മീനും ഇനി 2 ട്രിപ്പ് കൂടെ വറക്കാനുള്ള മീൻ ഇരിപ്പുണ്ട്. അതും ഇതുപോലെ നമുക്ക് വറുത്ത് കോരാവേ. അപ്പൊ നമ്മുടെ മുഴുവൻ മീനും വേണ്ട ഇതുപോലെ വറുത്ത് കോരി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ നമ്മൾ ഈ വറുത്ത ഈ എണ്ണ തന്നെയാണ് നമ്മുടെ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം വറുത്താനായിട്ട് എടുക്കുന്നത്. കാരണം ഇത് കളയേണ്ട കാര്യമില്ല, നമുക്ക് മീനച്ചാർ തന്നെയല്ലേ. അപ്പം ഇത് തന്നെ ഞാൻ ഉപയോഗിക്കുകയാണ്. നമ്മുടെ വേണ്ട അച്ചാറിടാനായിട്ടുള്ള പാത്രം റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ വേണ്ട ഈ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ എടുത്തേക്കുന്നത് ഈ അലുമിനിയത്തിന്റെ ഉരുളിയാണ്. ഇത് ഞാൻ അച്ചാറിട്ട ഉടനെ വേറെ പാത്രത്തിലോട്ട് പകർത്തി വെക്കും. അല്ലെങ്കിൽ നമ്മുടെ അലുമിനിയം ഉരുളി വെച്ചുകൊണ്ടിരുന്നാൽ അത് നമ്മുടെ പാത്രവും പോവും, നമ്മുടെ അച്ചാറും അഴുക്കായി പോകും. അത് വെച്ച ഉടനെ ഞാനതൊന്ന് മാറ്റും. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്കിനി വഴറ്റാനായിട്ടുള്ള ഞാനിത് 100 ഗ്രാം ഇഞ്ചിയാണ് കേട്ടോ നീളത്തിൽ അരിഞ്ഞേക്കുന്നതാണ്. അതുപോലെ തന്നെ ഇത് വെളുത്തുള്ളി 100 ഗ്രാമാണ്, അളന്നാണ് എടുത്തേക്കുന്നത്.
100 ഗ്രാമാണ്. നമുക്കിത് രണ്ടൊരു പകുതി മൂട്ടായിട്ട് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. നമുക്ക് നല്ലപോലെ ഇത് ഒരു ബ്രൗൺ നിറം ആകുന്ന വരെ നമുക്ക് ഇത് മൂപ്പിക്കണം. നമുക്കിനി കുറച്ച് കരിയാപ്പില കൂടി ഇട്ട് കൊടുക്കാം. കരിയാപ്പിലൊക്കെ ഇച്ചിരി ഏറെ വേണം. ഇനി നമുക്ക് നമ്മുടെ ഇതിന്റെ പച്ചമുളകും കൂടെ ഇട്ട് ഇതൊരു 10 പച്ചമുളകുണ്ട്. അപ്പൊ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് കാണണേ. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് കൂടി ചെയ്യണം. അപ്പം എൻ്റെ ഓരോ വീഡിയോകളും എല്ലാവരും കാണുകയും ചെയ്യണം. എൻ്റെ എല്ലാ ഇഞ്ചി, വെളുത്തുള്ളി, കരിയാപ്പില എല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ മസാല ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്ന കാശ്മീരി മുളക് പൊടിയാണ്. അത് ഒരു 2 കിലോ മീനുള്ളതിന് ഞാനൊരു 5 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സ്പൂണ് മുളക് പൊടി, നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കൂടെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി കുരുമുളക് പൊടി, അത് 1/2 സ്പൂണ് കുരുമുളക് പൊടി. നമ്മള് മസാല ചേർക്കാനത് മീൻ വരട്ടാനെടുത്ത് നമ്മൾ കുരുമുളക് പൊടി വല്ല മസാല ചേർത്തതാണ്. ഇതിൽ ഒന്നുകൂടി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മള് കായപ്പൊടി നമുക്ക് ഒരു അളവ് പാകം നോക്കി കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് വിനാഗിരിയാണ്. നമുക്കിത് ഒന്ന് നല്ലപോലെ ഇളക്കിയിട്ട് നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഞാനിത് മസാല ചേർക്കാനായിട്ട് ഫ്ലെയിം തീർത്ത് കുറച്ചാണ് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മുളകെല്ലാം കരിഞ്ഞു പോകും. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് തിളക്കണം. അതിന്റെ കൂടെ നമുക്ക് അല്പം ഉലുവാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കണം. ഞാനൊരു 1/2 സ്പൂൺ ഉലുവാപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരല്പം ഉപ്പും കൂടെ, നമ്മൾ ഉപ്പ് പുരട്ടിയാണ് മീൻ വറുത്തത്, എന്നാലും നമ്മൾ ഉപ്പ് കുറച്ചുകൂടെ വേണം. 1/4 സ്പൂണ് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ ഈ ഗ്രേവി തിളച്ചിട്ട് നമുക്ക് മീനിട്ട് യോജിപ്പിച്ചെടുക്കാം. ഗ്രേവിയും തിളക്കട്ടെ. നമ്മുടെ വേണ്ട ഗ്രേവി എല്ലാം നല്ലപോലെ തിളച്ചത് നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് നമ്മുടെ മീൻ കഷ്ണം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നല്ലപോലെ ഇളക്കാം. ഇതിൽ ഈ മീന് കുറച്ച് ദിവസം ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഇപ്പൊ ഈ ഗ്രേവി എല്ലാം മീനിന്റെ കഷ്ണത്തിൽ പിടിച്ചിട്ട് ഒന്നുകൂടെ ഇത് കുറുകും. അപ്പോഴത്തേക്ക് നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ ഇരിക്കുന്ന ഗ്രേവി കുറുകും നമ്മുടെ മീൻ കഷ്ണത്തിലെല്ലാം പിടിക്കുമ്പോൾ. ഞാനൊരു അല്പം കൂടെ വിനാഗിരി ഒഴിച്ചു കൊടുക്കുവാണ്. നമ്മുടെ വേണ്ട മീനച്ചാറ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ ഇത് ഞാൻ ഇടുന്ന എന്റേതായ ഒരു രീതിയാണ് കേട്ടോ. അപ്പൊ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എല്ലാവരുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കണം. അപ്പൊ നമുക്കിനി അടുത്ത നല്ലൊരു വീഡിയോയിൽ വരാം. ബൈ.